ഹായ്. നമ്മുടെ ഇവിടെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് വാങ്ങിക്കുന്നൊരു സാധനമാണ് കൊഞ്ച്, ഞണ്ട്, കക്കയൊക്കെ. അപ്പം അതിവിടെ കിട്ടാൻ പാടാണ്. നമ്മളങ്ങ് ചന്തയ്ക്കൊക്കെ പോകണം, ടൗണിലൊക്കെ. ഇവിടെ കൊണ്ടുവരത്തില്ല മീൻ കൊണ്ടുവരുന്ന ആൾ. അപ്പം ഇന്ന് നമുക്ക് ഇച്ചിരി കൊഞ്ച് കിട്ടി. അപ്പം ഞാനത് തീയിൽ വെക്കാൻ പോയി. ഇച്ചിരി തേങ്ങയും പെരുംജീരകവും കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ച്, അപ്പം അതിനകത്തോട്ട് ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി അതിൻ്റെ പച്ച മണം മാറുന്നുണ്ടേ നമുക്ക് വെള്ളം തൊടാതെ അരച്ചുകൊണ്ട് വരാം. മിക്സിക്കകത്താണ് ഞാൻ അരയ്ക്കുന്നത്. ദേ ഒത്തിരി അങ്ങ് എണ്ണ തെളിഞ്ഞിട്ടില്ല. നമ്മുടെ തീയലിന് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലൊരു സവാളയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു മുറി തക്കാളി, പച്ചമുളക്, കറിവേപ്പില. അപ്പം നമ്മളതൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചു. അപ്പം ഞാൻ വലിയുള്ളി എടുത്തില്ല, ചെറിയ ഉള്ളി അരിഞ്ഞപ്പോൾ ആവശ്യത്തിനുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. ദേ ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവ ഇട്ടു, വെളുത്തുള്ളി ഇഞ്ചിയും കറിവേപ്പില ഇട്ടു. ഇനി നമുക്ക് ചെറിയ ഉള്ളി പച്ചമുളക് കൂടി ഇട്ട് വഴട്ടിയെടുക്കാം. ദേ മഞ്ഞൾപ്പൊടി ഇട്ടു, ഉപ്പിട്ടു. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കട്ടെ. തക്കാളിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആഴ്ച ഒരു ദിവസമെങ്കിലും ഒരു വറുത്തരപ്പ് കറി വെച്ചില്ലെങ്കിൽ മനസ്സിന് ഒരു സമാധാനവും ഇല്ല. അപ്പം നമ്മൾ വേണ്ടേ മിക്സിക്കകത്തോട്ട് പുളിവെള്ളവും കൂടി ഒഴിച്ച് നമുക്കൊന്ന് ചുറ്റിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡ് ഇന്ന് വേറൊരാവശ്യത്തിന് പോയേക്കുക, ഓട്ടം പോയേക്കുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്യാമറ കയ്യിലാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശമൊക്കെ ഒപ്പിച്ചെടുക്കുന്നുണ്ട്. അതെ നമ്മുടെ അരപ്പ് നന്നായിട്ട് തിളച്ച് ഞാൻ ഉപ്പും പുളിയൊക്കെ നോക്കി. പിന്നെ നമ്മുടെ കൊഞ്ചിട്ട് കൊടുത്തു. കണ്ടോ, അതിനി അവിടെ ഇരുന്ന് വെന്ത് നല്ല ചാറങ്ങോട്ട് വറ്റി കുറുകി വരുന്നുണ്ട്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ തീയൽ കറി, കൊഞ്ച് തീയൽ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരുന്നതായിരിക്കും. ഒരു ലോങ് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് പുറകിന് ഞാൻ ഇടുന്നതായിരിക്കും. നമ്മുടെ ഒരു റാന്നി യാത്ര ഉണ്ടായിരുന്നു അത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ വീഡിയോ കാണണം, ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് എളുപ്പം വരാം. ഓക്കേ, താങ്ക് യു.